ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ പരിപാടികളിൽ പങ്കെടുത്ത സാദിഖ് അലി തങ്ങളെ വിമർശിച്ച സമസ്ത കേന്ദ്ര മുശാവറ അംഗത്തെ ജാമിയ നൂരിയയിൽ നിന്ന് പുറത്താക്കിയതിൽ അണികളിൽ അമർഷം ഉയരുന്നു. പട്ടിക്കാട് ജാമിയ നൂരിയ അധ്യാപകനായ അസ്കർ അലി ഫൈസിയെയാണ് സാദിഖ് അലി തങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ ഒരു പുറത്താക്കൽ നടപടിയാണ് കൂടുതൽ ഭിന്നതകളിലേക്ക് വഴിവെക്കുമോ എന്നുള്ളൊരു കാര്യമല്ലേ ഉള്ളത്? വിഷ്ണു, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. ഈ പരിപാടിയിൽ പങ്കെടുത്തതിനെയാണ് ഈ ജാമിയ നൂരിയയിലെ അധ്യാപകനായിട്ടുള്ള അസ്കർ അലി ഫൈസി വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ആദർശത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്, എല്ലായിടത്തും കയറി നിറങ്ങുന്നവർ നാൽക്കാലികൾക്ക് സമാനമാണ് എന്ന് തുടങ്ങുന്ന വിമർശനമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു പൊതു വേദിയിൽ വെച്ചായിരുന്നു ഈ അധ്യാപകൻ ഈ വിമർശനം ഉന്നയിച്ചത്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരെടുത്ത് പറയാതെയാണ് വിമർശനമെങ്കിലും കൃത്യമായി തന്നെ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അന്ന് തന്നെ വലിയ രീതിയിൽ ആ സദസ്സിൽ തന്നെ വലിയ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ചർച്ചയായതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ജാമിയ നൂരിയയിലെ അധ്യാപകനായിട്ടുള്ള അസ്കർ അലി ഫൈസിയെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത് എന്നതാണ്. മറ്റൊന്ന്, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ ജാമിയ നൂരിയ കോളേജിന്റെ പ്രസിഡന്റ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യാപകനെ, തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച അധ്യാപകനെ ആ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്നത്. ഈ അധ്യാപകനെ പുറത്താക്കിയതിൽ ഈ സംഘടനയിൽ തന്നെ രണ്ട് പക്ഷമുണ്ട്. സ്വന്തം ഒരു വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ ഏകപക്ഷീയമായ ഒരു അധ്യാപകനെതിരെ എന്തടിസ്ഥാനത്തിലാണ് നടപടി എടുക്കുക എന്നൊരു ചോദ്യം ഉയർത്തുന്ന ഒരു വിഭാഗം ഉണ്ട്. അതേസമയം മറ്റൊരു വിഭാഗം ഇത്തരത്തിൽ സാദിഖ് അലി തങ്ങൾക്കെതിരെ പരസ്യമായി ഈ രീതിയിലൊരു വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം, അതും ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കോളേജിലെ ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ തന്നെ ഈ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സംഘടനയ്ക്കകത്തും പുറത്തും തന്നെ രണ്ട് വിഭാഗം ഉണ്ട് എന്നതാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അധ്യാപകനെ ഏകപക്ഷീയമായി തന്നെ പുറത്താക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ സമസ്തയിൽ തന്നെ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട് എന്നതാണ്. ഈ ലീഗ് വിരുദ്ധർക്കാണ് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് നേരത്തെ തന്നെ ലീഗ് വിരുദ്ധർ, ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധർ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. അതിനിപ്പോൾ ആ ലീഗ് വിരുദ്ധർ, സംസ്ഥയിലെ ലീഗ് വിരുദ്ധർ ഈ വിഷയവും വലിയ രീതിയിൽ ചർച്ചയാക്കാനും അത് വരും ദിവസങ്ങളിൽ മറ്റ് ഈ രണ്ട് പാർട്ടിക്കുള്ളിലെ തന്നെ രണ്ട് പേരെ രണ്ട് ചേരിയിലാക്കാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഒരു പരസ്യമായ ഒരു വേദിയിൽ ഇത്തരത്തിലൊരു നേതാവിനെ, സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം തന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ ജാമിയ നൂരിയ കോളേജിൽ നിന്ന് ഒരു അധ്യാപകനെ പുറത്താക്കിയിരിക്കുന്നത് എന്നതാണ്. വിഷ്ണു, ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിയത്.